സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരത്തിനെ കണ്ടതും പ്രിയങ്ക മുത്തശ്ശിനെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുക. എന്നിട്ട് പഴയ കാര്യങ്ങളെല്ലാം പ്രിയങ്ക ഓർക്കുവാണ് കേട്ടോ. ശരത്തിനെ എന്നിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറയാണ്, ഇത് നോക്കിക്കും മുത്തശ്ശി, ആരാ നിൽക്കുന്നതെന്നറിയോ? അവനാണ് ശരത്ത്. അന്ന് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പൈസ എല്ലാം കൈക്കലാക്കി എന്നിട്ട് എന്നെ തന്നെ കൊല്ലാൻ ആളെ വിട്ടവൻ. ആ ദുഷ്ടനാണോ ഇത് മോളെ? അതേ മുത്തശ്ശി, അവൻ തന്നെയായത്. നമ്മൾ പണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നല്ലോ. അവസാനം അവനെ നമ്മുടെ കൺമുമ്പിൽ തന്നെ ദൈവം കൊണ്ടുവന്ന് എത്തിച്ചത് കണ്ടില്ലേ? എന്നെ തട്ടിച്ചെടുത്ത പണം മുഴുവൻ അവൻ്റെ കയ്യിലുണ്ടാകും. നമുക്ക് അവൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ മുത്തശ്ശി. അതേ മോളെ, വിട്ടുകളയരുത് അവനെ. വാ മുത്തശ്ശി, നമുക്ക് പതിയെ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് പോകാം, എന്നിട്ട് അവനെ കൈയോട് പിടികൂടാം. അങ്ങനെ പറഞ്ഞ് ശരത്തിൻ്റെ പിന്നാലെ തന്നെ പമ്മി പോകുവാണ് കേട്ടോ പ്രിയങ്കയും സുകുമാരിയമ്മയും. ഈ സമയം തൻ്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നി ശരത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുവാണ്. ഈ സമയം പ്രിയങ്കയും മുത്തശ്ശിയും കാണുന്നതും ശരത്ത് ഷോക്കാകുവാണ്. അങ്ങനെ ശരത്ത് വേഗം തന്നെ അവരുടെ കൈ കിട്ടാതിരിക്കാനായിട്ട് ഓടി രക്ഷപ്പെടുവാണ് കേട്ടോ. പിന്നാലെ തന്നെ ശരത്തിനെ പിടികൂടാനായിട്ട് പ്രിയങ്കയും മുത്തശ്ശിയും ഓടുന്നുണ്ട്. ഡാ ശരത്ത്, നിൽക്കടവിടെ എന്നും പറഞ്ഞ് പ്രിയങ്ക ശരത്തിന് പിന്നാലെ തന്നെ ഓടുവാണ്. അങ്ങനെ ശരത്താണെങ്കിൽ വളരെ വേഗം ഓടി ഒരു സ്ഥലത്തേക്ക് കയറുകയും അതിൻ്റെ അവിടെ മതിലിനോട് വന്ന് പതുങ്ങിയിരിക്കുകയും ചെയ്യുന്നു കേട്ടോ. ഈ സമയം പ്രിയങ്കയെ ഓടി കതച്ച് അങ്ങനെ അവിടെ എത്തുവാണ്. അവിടെ ചുറ്റും നോക്കിയിട്ട് ശരത്തിനെ കാണാതാകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശിയും എങ്ങനെയൊക്കെ ഓടി വലിഞ്ഞ് അവിടെ എത്തുന്നുണ്ട്. എന്തായി മോളെ, അവനെവിടെ? അറിയില്ല മുത്തശ്ശി, അങ്ങോട്ട് പോയിക്കാണോ? നമുക്ക് അവിടെ പോയി നോക്കാം. അങ്ങനെ പറഞ്ഞ് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി ആ ഒരു ഭാഗത്തേക്ക് പോകുവാണ്. ഈ സമയം അവർ പോയതിൻ്റെ ആശ്വാസത്തിൽ ശരത്ത് പതിയെ അവിടെ വന്ന് എണീറ്റ് ഒരു മരത്തിൻ്റെ അവിടെ വന്നിരുന്ന് കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കുവാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കോട്ടോ സുകുമാരിയും പ്രിയങ്കയും കൂടി അവിടെ എത്തുന്നത്. അങ്ങനെ അവിടെ മരത്തണലിരുന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്ന ശരത്തിന് കാലുകൊണ്ടൊട്ട് ചവിട്ട് കൊടുത്ത് താഴത്തേക്ക് തള്ളിയിടുവാണ് കേട്ടോ സുകുമാരി. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ കൈക്കിട്ട് ഒരു തടിക്കഷ്ണം എടുത്ത് ശരത്തിന് തലങ്ങും വിലങ്ങോട്ട് തല്ലുവാ. ഡാ, നീ എന്നെ ചതിക്കണോ അല്ലേ? എന്നെ ചതിച്ച് എൻ്റെ കയ്യിലെ പൈസയും വാങ്ങി നിനക്ക് എന്നെ തന്നെ കൊല്ലണം അല്ലേടാ എന്നും പറഞ്ഞ് ശരത്തിൻ്റെ കൈ നല്ല പോലെ അങ്ങ് പെരുമാറുവാണ്. ഈ സമയം ശരത്ത് കരഞ്ഞു പറയണേ, പ്രിയങ്കയെ ഒന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കും. വേണ്ടടാ, എനിക്കിനൊന്നും കേൾക്കണ്ട. നീ എന്നോട് കാണിച്ചത് തന്നെ എനിക്ക് മതിയായി. എവിടെടാ എൻ്റെ കാശ്? എനിക്കിപ്പോൾ എൻ്റെ കാശ് കിട്ടണം. ഈ സമയം മുത്തശ്ശി വരണേ, അവൻ്റെ ബാഗിൽ തന്നെ ഉണ്ടാകും മോളെ എന്നും പറഞ്ഞ് ശരത്തിൻ്റെ ബാഗ് മുഴുവൻ പരിശോധിക്കുവാണ് കേട്ടോ സുകുമാരിയമ്മ. ഈ സമയം സുകുമാരി ചോദിക്കണേ, എവിടെടാ പണം? എവിടെ നീ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്? മര്യാദക്ക് ഞങ്ങളുടെ പണം തിരികെ തന്നോ നീ? അന്നേരം ശരത്ത് പറയണേ, ആദ്യം ഞാൻ പറയുന്നു നിങ്ങളൊന്ന് കേൾക്ക്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. പ്രിയങ്കെ, നിന്നെ ചതിച്ചതിന് ദൈവം തന്നെ എനിക്ക് ശിക്ഷ തന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നല്ലോ. അവർ പക്ഷേ ആ പണം എന്നിൽ നിന്ന് തട്ടിയെടുത്ത് അവരെന്നെ ചതിച്ച് വലിച്ചെറിഞ്ഞു. ആവശ്യം കഴിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ച് പണവുമായിട്ട് കടന്നു കളഞ്ഞു. അതിനുശേഷം ഞാൻ ഒത്തിരി കഷ്ടപ്പാടിലായിരുന്നു. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ പലയിടത്തും അളിഞ്ഞു തിരിഞ്ഞ് നടന്നു. ഇപ്പം ഞാനിവിടെ ഒരു ലോഡ്ജിൽ താമസിക്കുവാണ്. എൻ്റെ കയ്യിൽ ഒരു ചില്ല് കാശ് പോലും ഇല്ല. അവരെങ്ങനെയെങ്കിലും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഞാനും. അന്നേരം പ്രിയങ്ക ഇതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. പ്രിയങ്ക പറഞ്ഞേ, ശരത്തെ എനിക്കതൊന്നും കേൾക്കണ്ട. എൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിപ്പറിച്ചെടുത്ത പണം അതെനിക്ക് തിരികെ കിട്ടിയേ പറ്റുള്ളൂ. അത് മുഴുവൻ ഇപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ 5 ലക്ഷം രൂപ എനിക്കത് ഇപ്പോൾ കിട്ടണം. എനിക്കതുകൊണ്ട് വളരെ ആവശ്യമുള്ളതാണ്. 5 ലക്ഷം നീ എനിക്കിപ്പോൾ തന്നെ. അന്നേരം ശരത്ത് പറയണേ, എൻ്റെ പ്രിയങ്കെ, ഞാൻ പറയുന്നത് സത്യമാണ്. എൻ്റെ കയ്യിൽ ഒരു നയ പൈസയില്ല. 5 ലക്ഷം പോയിട്ട് 5000 രൂപ പോലും എൻ്റെ കയ്യിലില്ല. താമസിക്കുന്ന ലോഡ്ജിൻ്റെ വാടക കൊടുക്കാനുള്ള ഗതി പോലും എനിക്കില്ല. നീ ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കുക. നിന്നോട് കാണിച്ചതിനൊക്കെയുള്ള ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം പ്രിയങ്ക പറയണേ, പക്ഷേ അങ്ങനെയാണെങ്കിൽ നീ എനിക്ക് തരാനുള്ള പണം എങ്ങനെ നീ തന്നു തീർക്കും? എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. അന്നേരം ശരത്ത് പറയണേ, ഞാൻ ഈ ഒരു അവസ്ഥയിലാണെങ്കിലും എനിക്കിപ്പോഴും പണ്ടത്തെ സിനിമ മേഖലയിലുള്ള കണക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ട്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിലോ മറ്റോ നിനക്ക് നല്ലൊരു വേഷം സംഘടിപ്പിച്ച് തരാൻ പറ്റും. എന്താ അത് മതിയോ? സിനിമയിൽ അഭിനയിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എങ്ങനെയെങ്കിലും എനിക്ക് പൈസ കിട്ടിയേ പറ്റുള്ളൂ. അന്നേരം ശരത്ത് പറയണേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്തൊരു സിനിമ സംവിധായകനുണ്ട്, നമുക്ക് അയാളെ ചെന്ന് കാണാം. അവിടെ അങ്ങേരുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അത് കേൾക്കുന്നത് പ്രിയങ്ക ചോദിക്കണേ, അല്ല ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന പടത്തിൽ ഞാൻ എങ്ങനെ അഭിനയിക്കാനാ? അതിൽ ഓൾറെഡി കാസ്റ്റിംഗ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ടാവില്ലേ? അന്നേരം ശരത്ത് പറയണേ, അതിലെ കാസ്റ്റിംഗ് ഒക്കെ ഫിക്സ് ആയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തന്നെ പുതിയൊരു സിനിമ ഉടനെ തുടങ്ങാനിരിക്കുന്നുണ്ട്. അടുത്ത മാസത്തേക്കാണ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അത് കേൾക്കുന്നതും പ്രിയങ്ക പറഞ്ഞേ, ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു 5 മിനിറ്റ് എനിക്ക് വേണം. ഞാൻ താമസിക്കുന്ന ലോഡ്ജ് ഉണ്ടല്ലോ, അതിവിടെ അടുത്ത് തന്നെയാണ്, ഗംഗാ ലോഡ്ജ്. അവിടെ പോയിട്ട് ഈ വേഷമൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. നിങ്ങളും എൻ്റെ കൂടെ വന്നോ? അന്നേരം പ്രിയങ്കയും പറയണേ, അല്ല മുത്തശ്ശി, എന്താണെങ്കിലും ഡയറക്ടറിൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയാലോ? എൻ്റെ മോളെ, അതിന് ഈ വേഷത്തിന് എന്താ കുഴപ്പം? എൻ്റെ കുട്ടി ഏത് ഡ്രസ്സിലും സുന്ദരിയല്ലേ? അങ്ങനെ പറഞ്ഞ് അവരവിടെ നിന്നും പോകുവാണ്. പിന്നീട് കാണിക്കുന്നത്
ശ്യാമയെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആരതിയും അമൃതയും കൂടി ചേർന്ന്. അന്നേരം ശ്യാമയാണെങ്കിൽ അവിടെ ആകെ തളർന്ന് ആവശ്യമായിട്ടിരിക്കുന്നതൊക്കെ ഉണ്ടിട്ടോ. ഈ സമയം അമൃത പറയുന്നുണ്ട്, ശ്യാമെ, ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട. ശ്യാമയുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അത് രാധികയെക്കുറിച്ചുള്ള ചിന്തയല്ലേ. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ച് സമയം കൂടി നമുക്ക് ആവശ്യമാണ്. രാധികയുടെ മനസ്സൊന്ന് മാറണ്ടേ. അതിനുവേണ്ടി കുറച്ച് നാളുകൂടി നമ്മൾ കാത്തിരുന്നേ പറ്റുള്ളൂ ശ്യാമേ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എനിക്കറിയായിട്ടത് ഞാനെന്താണെങ്കിലും കുറച്ച് നേരം അഖിൽ സാറിൻ്റെ അരികിലിരിക്കട്ടെ. അന്നേരം ആരതി പറയുന്നുണ്ട്, അത് വേണ്ട, ഇനി ചെറിയച്ഛൻ്റെ അരികിലിടുന്ന ചെറിയമ്മ വീണ്ടും വിഷമിക്കത്തേ ഉള്ളൂ. സാരമില്ല മോളെ, എനിക്ക് അവിടെ ഇരിക്കണം കുറച്ച് നേരം. എനിക്കെന്തെങ്കിലും പറ്റിപ്പോകുമെന്നുള്ള പേടിയുണ്ടല്ലോ രണ്ടാൾക്കും. രണ്ടുപേരും പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ് നേരെ അഖിലിൻ്റെ ഫോട്ടോയുടെ മുമ്പിലേക്ക് പോകുവാണ് കേട്ടോ ശ്യാമ. എന്നിട്ട് പറയണേ, അഖിൽ സാർ, എന്തിനാ ഇന്നലെ എൻ്റെ സ്വപ്നത്തിൽ വന്നത്? എന്നോട് എന്തെങ്കിലും പറയാനാണോ? നമ്മുടെ മോളുടെ മുമ്പിൽ ഇപ്പോഴും ഞാനൊരു മറയുമായിട്ടാണ് നിൽക്കുന്നത്. അവളോട് എനിക്കിതുവരെ അവളുടെ സ്വന്തം അമ്മയാണ് ഞാനെന്ന് പറയാനായിട്ട് പറ്റിയിട്ടില്ല. അതിനെന്തെങ്കിലും ഒരു വഴി അഖിൽ സാർ എന്നെ കാണിച്ചു തന്നെ. എനിക്കെൻ്റെ മോളെ സ്നേഹിക്കണം. അവളുടെ അമ്മയാണെന്ന് പറഞ്ഞ് എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അവളെനിക്ക് ചേർത്ത് പിടിക്കണം അഖിൽ സാർ. എന്നിട്ടുണ്ടല്ലോ, അഖിൽ സാറിന് കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹം കൂടി അവൾക്കെനിക്ക് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ അഖിലിൻ്റെ മുമ്പിൽ നിന്ന് കരയുവാണ്ടോ ശ്യാമ. എന്നിട്ട് നേരെ കൃഷ്ണ ഭഗവാന്റെ അരികിലേക്ക് ചെല്ലുക. ഭഗവാനെ, എൻ്റെ മോള് എന്നെയും തമ്മിൽ കൂട്ടിമുട്ടിച്ചത് നീയാണ്. ഇനി എനിക്ക് നിന്നോട് പ്രാർത്ഥിക്കാൻ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. എൻ്റെ മോൾ എന്നെ തിരിച്ചറിയണം. അവൾ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ് എന്നെ അമ്മയായിട്ട് അംഗീകരിക്കണം. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം. സത്യങ്ങളെല്ലാം മനസ്സിലാക്കി അവൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. എല്ലാ അപകടത്തിൽ നിന്നും എൻ്റെ മോളെ ഞാൻ ചേർത്ത് പിടിക്കും. ഒരു ശത്രുക്കൾക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്യാമ ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ശ്യാമയുടെ ആ പ്രാർത്ഥന ആഗ്രഹമൊക്കെ തിരിച്ചറിഞ്ഞ് ആരതിയും അമൃതയും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് ആരതി പറയണേ, ഡോക്ടർ പറഞ്ഞത് ഒരക്ഷരം തെറ്റാതെ ശരിയായ കാര്യമാണ്. ചെറിയമ്മയുടെ മനസ്സിൽ ഈ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തൻ്റെ മോളെ തിരിച്ചറിയണം. അവളോട് സത്യങ്ങളെല്ലാം പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നിർത്തണം. ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കുമായിരിക്കും അല്ലേ വല്യമ്മേ? അതിന് ഭഗവാൻ തന്നെ ഒരു മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. അതധികം വൈകില്ലെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്മിനിനെയും രാധികനെയുമാണ് കേട്ടോ. ഈ സമയം അവർ പാചകം ചെയ്തത് നോക്കി കൽപ്പനയും മുർവശിയോടെ നിൽക്കുമായിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് മിച്ചറിൻ്റെ ബോക്സൊക്കെ എടുത്ത് അതൊക്കെ ചവച്ചുകൊണ്ട് രണ്ടുപേരും നിൽക്കുക. എന്നിട്ട് പറയണേ, എന്നാലും രാധികയും അമ്മയെ സമ്മതിക്കണം. ഇങ്ങനെ എത്ര വിഭവങ്ങളാണ് നിമിഷ നേരം കൊണ്ടുണ്ടാക്കുന്നത്. എല്ലാത്തിനും എന്തൊരു രുചിയാണ്. അതെ, രാധികയെ നമ്മുടെ വീട്ടിൽ തന്നെ മരുമകളെ വന്നത് നമ്മുടെ ഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഇത്ര നല്ല രുചിയുള്ള ഭക്ഷണം നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പത്മിനിയും രാധികനെ നല്ലപോലെ അങ്ങ് പൊക്കിയടിച്ച് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക പത്മിനിയോട് പറയണേ, അമ്മേ, നമ്മളെ മണിയിടിച്ചോണ്ടേ രണ്ടും കുടിച്ചുമ്മ ഒന്നും ചെയ്യാതെ ചവച്ചരച്ച് നിൽക്കുവാണ്. നമുക്കൊരു പണി കൊടുത്താലോ മോളെ എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട്. അമ്മ പറ. അന്നേരം പത്മിനി പറയണേ, അതെ കൽപ്പന, ഉർവശി, നിങ്ങൾ വെറുതെ നിൽക്കുവാണെങ്കിൽ ആ സിങ്കി കിടക്കണ പാത്രമൊക്കെ ഒന്ന് കഴുകിക്കേ. അന്നേരം കൽപ്പന പറയണേ, അയ്യോ അമ്മേ, അമ്മക്കറിയില്ലേ എനിക്ക് പാത്രം കഴുകില്ലേ അതിൻ്റെ സോപ്പിൻ്റെ അലർജിയാണെന്നറിയില്ലേ. അത് കാരണം പാത്രമൊക്കെ കഴുകാൻ ആ സോപ്പ് എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ കൈയൊക്കെ അങ്ങ് ചൊറിയാൻ തുടങ്ങും. അതേക്കുന്നത് മുറുവശി പറയണേ, അയ്യോ നിനക്കങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇതെന്താ കുടുംബത്തിൻ്റെ പാരമ്പര്യമാണോ? എനിക്കും അങ്ങനെ തന്നെയാന്നേ. സോപ്പ് ഉള്ളതിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ കയ്യിൽ തൊലിയൊക്കെ അങ്ങ് ഉരിഞ്ഞു പോകും. പിന്നീട് വല്ലാത്ത ബുദ്ധിമുട്ടായിട്ടെത്തി. ഈ സമയത്തായിരിക്കോട്ടോ ജയഭാരതിയമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ ഇവിടെ? അന്നേരം പത്മിനി പറയണേ, രണ്ടുപേരും കൂടി പണിയൊന്നും എടുക്കാതെ ഇവിടെ ഓരോന്ന് ചവച്ചരച്ചുകൊണ്ട് നിൽക്കുക. ഞാൻ കുറച്ച് പാത്രമുണ്ട്, അത് കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾക്ക് കൈ ചൊറിയുമെന്ന്, അടുത്ത ആൾക്കാണെങ്കിൽ തൊലി ഉരിഞ്ഞു പോകുമെന്ന്. അന്നേരം മുത്തശ്ശി പറയണേ, അല്ല ഇവർക്കങ്ങനെ ഒരു അലർജി ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ പത്മിനി ഇവരോട് പാത്രം കഴുകാനൊക്കെ പറയുന്നത്? അങ്ങനെ അലർജി ഉള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന് നിനക്കറിയില്ലേ? മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അമ്പരന്ന് പരസ്പരം നോക്കുവാണ്ടോ രാധികയും പത്മിനിയൊക്കെ. അന്നേരം ജയഭാരതിയമ്മ കണ്ണിടക്കി കാണിക്കുവാണ്. എന്നിട്ട് പറയണേ, അല്ല രാധികെ, ഉഴുന്നും അരിയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല മുത്തശ്ശി, അതൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. തിരക്കിൻ്റെ ഇടയിൽ അത് അരക്കാൻ മറന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും കൂടി ഉലുവയും അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കും. അതാവുമ്പോൾ സോപ്പും വെള്ളമൊന്നും കയ്യിൽ പറ്റേണ്ട കാര്യമില്ലല്ലോ. ഉലുവയും അരിയൊക്കെ നല്ലതല്ലേ? അതിനെന്താമേ, ഞങ്ങളിത് ചെയ്തോളാം. അതാവുമ്പോൾ മിക്സിയിലിട്ട് 2 കറക്ക് കറക്കിയാൽ പോരെ. അന്നേരം മുത്തശ്ശി പറയണേ, അല്ല അത് മിക്സിയിലല്ല അരക്കേണ്ടത്, പുറത്തെ അരകല്ല് വെച്ചിട്ടുണ്ട്. അരകല്ലിൽ 2 ആളും കൂടി ഇരുന്ന് നല്ലപോലെ അരച്ചെടുത്താൽ മതിയത്. അരകല്ലിലോ? പിന്നല്ലാതെ. രണ്ടുപേരും വന്നേ. രാധിക, പത്മിനി, നിങ്ങളെ ആ ഉഴുന്നും അതൊക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വാ. അത് കേട്ടിട്ട് രാധികയും പത്മിനിയും ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്.
ഈ സമയം കൽപ്പനേനെയും ഉർവശിനെയും കൂട്ടിക്കൊണ്ട് മുത്തശ്ശി പുറത്തേക്ക് പോകുക. അന്നേരം രാധിക പറയണേ, എന്താണെങ്കിലും മുത്തശ്ശി കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അമ്മേ, വേഗം ഇതെല്ലാം എടുത്ത് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അങ്ങനെ മുത്തശ്ശി കൽപ്പനയോടും ഉർവശിയോടും ആരകല്ലിൻ്റെ ഇരുവശത്തായിട്ടിരിക്കാൻ പറയുവാണ് കേട്ടോ. രണ്ടുപേരും അങ്ങനെ കാലൊക്കെ നീട്ടി വെച്ച് അതിൻ്റെ അരികിൽ പോയിരിക്കുവാണ്. അന്നേരം ജയഭാരതി പറയണേ, അല്ല, അരകല്ലിലെ അരക്കാനാണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ അരകല്ലിനെ ഭരിക്കാനല്ല. രണ്ടുപേരും കൂടി തിരിഞ്ഞിരിക്കും. നിങ്ങളെന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഈ ഉഴുന്നൊക്കെ ഇവർക്ക് ഇട്ടുകൊടുത്ത്. അങ്ങനെ പറഞ്ഞ് രാധികേനെയും പത്മിനിനെയും കൊണ്ട് ആ ഉഴുന്നും അരിയൊക്കെ അതിലേക്ക് ഇടിയിപ്പിക്കുവാണ്. എന്നിട്ട് രണ്ടാളോടും അരക്കാൻ പറയുവാണ് കേട്ടോ. രണ്ടുപേരും കൂടി അതിലിട്ട് കഷ്ടപ്പെട്ട് അരച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം അരക്കുന്ന ഇടയിൽ കൽപ്പനയാണെങ്കിൽ ശ്രദ്ധിക്കാതെ ഉർവശിയുടെ കൈയൊക്കെ ചതച്ച് കളയുക. ഓ, ഒന്ന് നോക്കി തിരിക്കടി പിശാചേ, എൻ്റെ കൈയൊക്കെ പോയി. ചെറിയ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടൊന്ന് കൈയിട്ടത്? അതെ, രണ്ടുപേരും നല്ല പോലെ അരക്കണം. അങ്ങോട്ട് മുറുകെ തിരിക്കുക, നല്ല ശക്തിയിൽ അങ്ങ് തിരിക്കുന്നു. ദേ, നല്ല വെണ്ണ പോലെ വേണം അരഞ്ഞു കിട്ടാനായിട്ടും. അങ്ങനെ കുറേ നേരം രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ട് അരച്ചുകൊണ്ടിരിക്കുവാണ്ടോ. ഇതൊക്കെ കണ്ട് അതിലേക്ക് വീണ്ടും വെള്ളവും ഉഴുന്നും ഒക്കെ ഇട്ടുകൊണ്ട് പണി കൊടുത്തോണ്ടേ ഇരിക്കുവാണ് രാധികയും പത്മിനിയൊക്കെ. ഇത് കണ്ട് അവർ മൂന്നുപേരും ചിരിച്ച് അവർ കഷ്ടപ്പെടുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം കൽപ്പന പറയണേ, ഓ ദേ ഇപ്പോൾ അരഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അന്നേരം മുത്തശ്ശി തൊട്ട് നോക്കിയിട്ട് പറയണേ, ആയിട്ടില്ല, വെണ്ണ പോലെ ആയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല വെണ്ണ പോലെ ആക്കണമെന്ന്. മര്യാദക്ക് അങ്ങ് ഇരിക്കേ. അങ്ങനെ വീണ്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുവാണ്. അന്നേരം ജയഭാരതിയമ്മ പറയണേ, അതെ രാധികെ, ഇനി മുതലേ എല്ലാ ദിവസവും ഉഴുന്നും അരിയൊക്കെ അരിച്ചെടുക്കാനേ. ദേ, നമുക്കിവരെ തന്നെ അങ്ങ് ഏൽപ്പിക്കാം. അതാവുമ്പോൾ രണ്ടുപേർക്കും ഒരു പണിയാകുമല്ലോ. അത് കേൾക്കുന്നത് കണ്ണും തള്ളി ഞെട്ടലോട് കൂടി ഇരിക്കുകയാണ് കൽപ്പനയും ഉർവശിയുമൊക്കെ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് അങ്ങനെ ഉഴുന്നും അരിയൊക്കെ അരച്ചു കഴിഞ്ഞ് ആകെ ശരീരം മുഴുവൻ വേദനയായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് കഷ്ടപ്പെട്ടിരിക്കുകയാണോ കൽപ്പനയും ഉർവശിയൊക്കെ. ഈ സമയം അവർക്ക് പണി കൊടുത്ത രാധികയും പത്മിനിയൊക്കെ അവരുടെ അവസ്ഥ കൊണ്ട് ചിരിച്ച് സന്തോഷിച്ച് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് രണ്ടുപേർക്കും അങ്ങ് ദേഷ്യം കയറുന്നുണ്ട്. ഈ സമയം രാധിക പത്മിനിയോട് ഫിദയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് കൽപ്പന ചോദിക്കണേ, അല്ല, ഈ ഫിദ മഠത്തിന് കയറി ഇവളെന്തിനാ ഇങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നത്? ആ, സ്വന്തമായിട്ട് അമ്മയൊന്നും ഇല്ലാത്തവർക്ക് നാട്ടുകാരെയൊക്കെ കയറി ഇങ്ങനെ ഇതുപോലെ അമ്മയെന്നൊക്കെ വിളിക്കാമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞ് രാധികയെ കളിയാക്കിക്കൊണ്ട് രണ്ടുപേരും ചിരിക്കുവാണ്. അന്നേരം അവരുടെ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ നിൽക്കുവാണ്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് വരുൺ ശ്യാമയുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് കേട്ടോ. ഈ സമയം ശ്യാമയാണെങ്കിൽ പർദ്ദയൊന്നും ഇടാതെ യഥാർത്ഥ വേഷത്തിൽ തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക. അവിടെ ആരതിയും അമൃതയൊക്കെ ഉണ്ടാവും കേട്ടോ. അന്നേരം വരൻ അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും ശ്യാമയെ കാണുവാണ്. ഈ സമയം വരനെ കാണുന്നതും ശ്യാമയും അമൃതയും അവരെല്ലാവരും ഒന്ന് ഷോക്കാകുവാണ് കേട്ടോ. അന്നേരം വരൻ ചോദിക്കണേ, അല്ല, ഇതാര് ശ്യാമ മേഡോ? മാഡം ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, അതിരിക്കട്ടെ, ഫിദ മേഡം ഇവിടെ? ഞാൻ മാഡത്തെ കാണാൻ വേണ്ടി വന്നതാ. അന്നേരം അമൃത പറയണേ, അത് പിന്നെ ഫിദ ഇവിടെ ഇല്ല, വരാൻ കുറച്ച് ലേറ്റ് ആവും. ആണോ? എന്താണെങ്കിലും ഞാൻ വന്നതല്ലേ, ഫിദ മേഡം വരട്ടെ. എത്ര ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ കാത്തിരിക്കാം. പക്ഷേ ഫിദ മാഡം തിരിച്ചു വരുമെന്ന് അമൃത മാഡത്തിന് ഉറപ്പുണ്ടോ? വരൻ അങ്ങനെ ഇന്നത്തോടെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ തന്നെ തീരുമാനിച്ച് പറഞ്ഞ് പുറപ്പെട്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം വരണിൻ്റെ ആ ചോദ്യം കേൾക്കുന്നതും എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് കൂടി നിൽക്കുവാണ് അമൃതയും ശ്യാമയും ഒക്കെ. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്